ആകാശവാണി കോഴിക്കോട്. യുവവാണി. ഇന്നത്തെ യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ 2024 ഫെബ്രുവരിയിൽ നടത്തിയ രാഷ്ട്രഭാഷാ പ്രവീൺ ബിരുദ പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം റാങ്കും സ്വർണ്ണ മെഡലും നേടിയ ആർ രംഗിയുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് യുവവാണിയിൽ. സ്വാഗതം. താങ്ക് യു. ഹിന്ദി ഭാഷ പഠിക്കണം എന്നും അതിൽ ഒരു മാസ്റ്ററി നേടണം എന്ന് തോന്നിയ കാര്യം എന്തായിരുന്നു? ഹിന്ദി ഭാഷ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ സ്കൂൾ ലെവലിലാണെങ്കിലും ഇഷ്ടമായിരുന്നു. പിന്നെ പക്ഷേ എനിക്ക് ലോ ഫീൽഡിലാണ് ഞാൻ എത്തിപ്പെട്ടത്. പക്ഷെ എന്നാലും ഹിന്ദിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാരസഭയുടെ ഈ കോഴ്സിന് ചേർന്നത്. സ്കൂൾ കാലം മുതൽ അങ്ങനെ ഹിന്ദി പ്രചാര സഭയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ എഴുതിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അത് ജോയിൻ ചെയ്തത്. ഇതിലേക്ക് വന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ? ഇതിനെപ്പറ്റി എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് ഞാൻ അറിഞ്ഞത്. ആ കുട്ടിയും അവിടെ ചെയ്തിരുന്നു, പക്ഷെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ കുട്ടി വഴി അറിഞ്ഞു, പ്രിൻസിപ്പളിന്റെ നമ്പർ കിട്ടി, അങ്ങനെ വിളിച്ചു, ജോയിൻ ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒരു പാഷന് അതിന് മുകളിലാണ് ചെയ്തത്. അപ്പം ഹിന്ദിയോട് ഇഷ്ടം കൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്തു. അതപ്പം ഞാൻ ജോയിൻ ചെയ്തത് വിശാരദ് പറഞ്ഞ കോഴ്സിനാണ്. അത് വിശാരദ് പൂർവാർദ്ധ്, വിശാരദ് ഉത്തരാർദ്ധ് അങ്ങനെ ചേർന്നു. പിന്നെ പ്രവീണും ചേർന്നു. അങ്ങനെ ഇപ്പം പ്രവീണിന്റെ റിസൾട്ടാണ് ഇപ്പം അറിഞ്ഞത്. പ്രവീൺ വരെയാണ് ഉള്ളത് ഈ ഒരു കോഴ്സിൽ. ഈ സ്റ്റേറ്റ് ലെവൽ എക്സാം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? നോർമലി ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാകും, പിന്നെ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ വെച്ച് പഠിച്ചു, അങ്ങനെ എഴുതിയതാണ്. എത്ര പേര് പങ്കെടുക്കുന്ന ഒരു എക്സാം ആണ്? സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ആണല്ലോ. അതെ, കൃത്യമായ നമ്പർ എത്ര പേരാന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഹോൾ കേരള എല്ലാവരും എഴുതുന്ന എക്സാം ആണ്. മീൻസ് എവിടെയൊക്കെ ഇതിന് സെന്റേഴ്സ് ഉള്ള അവരെ പഠിച്ചവരൊക്കെ എഴുതുന്ന എക്സാം ആണ്. സ്കൂളിൽ ഇങ്ങനത്തെ എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഇഷ്ടം കാരണം ആണ് പോയത്. അപ്പം ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് അഡ്വാൻസ്ഡ് ലെവലിലേക്കാണ് ആദ്യമേ ചെല്ലുന്നത്, സ്കൂളിൽ നിന്ന് മറ്റു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ. അപ്പൊ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്? ആക്ച്വലി ഞാൻ കേന്ദ്ര വിദ്യാലയയിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഹിന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കുറച്ച് അഡ്വാൻസ് ആയി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു, അപ്പൊ ആർമിയിലായിരുന്നു. അന്നപ്പം ഞാൻ കുറച്ച് നോർത്തിലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു എക്സ്പോഷർ കിട്ടി ഹിന്ദിയോട്. അങ്ങനെ ഇഷ്ടം തുടങ്ങി. ഇപ്പം വലുതായിട്ട് സ്കൂൾ ലെവലിലൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതിനു വേണ്ടിയിട്ട്. പിന്നെ +2 കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് റിലേറ്റീവ് വഴി അറിഞ്ഞു. പിന്നെ യൂട്യൂബിൽ കൂടെയൊക്കെ അറിഞ്ഞിട്ടാണ് കോഴ്സിന് പോയി ചേർന്നത്. അല്ലാണ്ട് ഒരു ലെവൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. KVയിൽ അങ്ങനെ ഹിന്ദിക്ക് അങ്ങനത്തെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു പോവുകയാണ് ചെയ്യാറ്. സാധാരണ മിക്കവരും സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജോ തേർഡ് ലാംഗ്വേജോ ആയിട്ട് ഹിന്ദി പഠിക്കും. ഹിന്ദി ഇപ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയോ +2 വരെയോ പഠിച്ചു കഴിഞ്ഞാലും ഈ ഭാഷയോടൊരു ഇൻട്രസ്റ്റ് വരുന്നവരുടെ നമ്പർ കുറവായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും കൊല്ലം പഠിച്ചാലും ഒരു സ്പീക്കിംഗ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് തീരെ ഉണ്ടാവാറും ഇല്ല. ഹിന്ദി പറയുന്ന ആൾക്കാരെ കാണുമ്പോഴേ നമുക്ക് പേടി, നമ്മൾ വളരെ കഷ്ടപ്പെട്ടുമാണ് പറയുന്നത്. ഇതിനെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മെയിനായിട്ട് ഏത് ലാംഗ്വേജിനും ഫ്ലുവൻസി കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അതിനായിട്ട് നമുക്കത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഇപ്പം ന്യൂസ് പേപ്പറാണ്. ഇപ്പം ഹിന്ദി നമുക്ക് ഇവിടെ കിട്ടില്ല, എന്നാലും പറ്റുകയാണെങ്കിൽ ഷോസ് കാണുക TV-യിൽ. പിന്നെ ഹിന്ദി തന്നെ നമുക്ക് പല ബുക്സും കിട്ടും. എത്രയോ നല്ല റൈറ്റേഴ്സിന്റെ ബുക്സ് ഒക്കെ ഉണ്ട്, പഴയ കാലത്തെ റൈറ്റേഴ്സും ഒക്കെ തന്നെ. അപ്പം അങ്ങനെ പിന്നെ പ്രാക്ടീസ് ചെയ്യാം. ഹിന്ദിയിൽ ന്യൂ വേർഡ്സ് കണ്ടുപിടിക്കുക, അത് എങ്ങനെ നമുക്കൊരു ഭാഷയെ പറയാം, നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നൊക്കെ എങ്ങനെ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. അതിപ്പോൾ ഹിന്ദി ആയാലും ശരി, ഏത് ലാംഗ്വേജ് ആയാലും നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത്. ആദ്യമായിട്ട് വേണ്ടത് ധൈര്യമാണെന്ന് തോന്നുന്നല്ലേ, ഇതൊന്ന് പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിക്കാം എന്നുള്ളത്? അതെ, ധൈര്യം വേണം. പിന്നെ ഏറ്റവും ഉപരി നമുക്ക് അതുകൊണ്ട് ഇഷ്ടം വേണം. ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തും നേടിയെടുക്കാം. ഈ ഹിന്ദി വായിക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ്? ഒരു എക്സ്റ്റെൻസീവ്ലി ഹിന്ദി ഫിക്ഷൻ വായിക്കുമായിരുന്നോ? ഇഷ്ടപ്പെട്ട പോയറ്റ്സോ നോവലിസ്റ്റുകളോ ആരെങ്കിലും ഉണ്ടോ? ഹിന്ദി വായിക്കായിരുന്നു. സ്കൂളിൽ തന്നെ ടെക്സ്റ്റ് ബുക്സിലും പിന്നെ ലൈബ്രറിയിലൊക്കെ പോയിരുന്നാൽ അമർ ചിത്രകഥ അങ്ങനെയൊക്കെ. ഹിന്ദി ലൈബ്രറിയിൽ, ഞങ്ങളെ കേന്ദ്ര വിദ്യാലയ സ്കൂളിൽ ലൈബ്രറിയിൽ കുറെ ഹിന്ദി ബുക്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ബേസ് ആയി നമ്മൾ തുടങ്ങുന്നത്. റൈറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻഷി പ്രേംചന്ദിന്റെ നോവൽസും അതൊക്കെ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം നമ്മളെ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ആ പ്രോബ്ലംസ് ഒക്കെ ആ കാലത്ത് മുതലേ എഴുതി വെച്ച ഒരാളാണ്. സോ അങ്ങനെ പോയറ്റ്സിലാണെങ്കിൽ സുമിത്രാനന്ദൻ പന്തിന്റെ പോയം, അതൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇമാജിനറി കഴിവൊക്കെ തരുന്ന പോയം ഒക്കെയാണ്.
ഈ ഒരു എക്സാം പാസ് ഇത് ഇതിന്റെ ഹയസ്റ്റ് ലെവൽ ആണെന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ ഇനി ഇതില് ഉപരിപഠനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതായത് ഹിന്ദി പ്രചാര സഭ വഴി ഇവര് നമുക്ക് MA ചേരാൻ പറ്റും. പിന്നെ BEdന് PhD അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ എന്തൊക്കെ കൊടുക്കുന്നത് അത് ഇവരും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എഴുതിയ എക്സാമില്ലേ അത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പോലെയാണോ അതോ അത് ഡിഗ്രി പോലെ കൺസിഡർ ചെയ്യാൻ അതായത് ഡിഗ്രി ആയിട്ട് ഇക്വലന്റ് ആണ്. പിന്നെ നമുക്ക് TTC ആയിട്ടും അതിന് നമുക്ക് ടീച്ചിങ്ങിലോട്ട് പോകാൻ പറ്റും. ഇപ്പം 7th സ്റ്റാൻഡേർഡ് വരെ UP ടീച്ചേഴ്സായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാനൊരു JLT എക്സാം ഒക്കെ എഴുതിയതാണ് അതിന്റെ ബേസിൽ. ഈ സാധാരണ എക്സാമിൽ എന്താണ് ചോദിക്കുന്നത്? സാധാരണ മറ്റ് എക്സാമുകൾ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട മറ്റ് എക്സാമുകൾ ചോദിക്കുന്നത് പോലെ എസ്സേയോ കവിതകൾ അങ്ങനെയൊക്കെയാണോ? നമുക്ക് സിലബസിലനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം പ്രവീണിൽ തന്നെ പ്രവീൺ പൂർവാർദ്ധത്തിൽ ഒരു സിലബസ് ഉണ്ടാകും, അത് അക്കോർഡിംഗ് പഠിച്ചു പോവുക. പിന്നെ പ്രവീൺ ഉത്തരാർദ്ധത്തിൽ അതിൻ്റെതായ സിലബസ് ഉണ്ടാകും. ഇപ്പം നമുക്ക് ഇതില് ഹിന്ദിയുടെ ഹിസ്റ്ററി, ഹിന്ദി കാ ഇതിഹാസ് പഠിക്കാനുണ്ടാകും, ഭാരത് കാ ഇതിഹാസ്, നമ്മളെ നോർമൽ ഹിസ്റ്ററി പോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഡൈനാസ്റ്റീസ് അതൊക്കെ പഠിക്കാനുണ്ടാകും. പിന്നെ കാവ്യശാസ്ത്ര, ഹിന്ദിയിൽ അലങ്കാറുകൾ, ദെൻ ചന്ത്, അതേപോലെ രസ്, നവരസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ അതൊക്കെ പഠിക്കാനുണ്ടാകും. പിന്നെ ഭാഷാ വിജ്ഞാൻ, അതായത് നമ്മളെ ഈ ലാംഗ്വേജിന്റെ ഹിസ്റ്ററി, തിയറീസ് ഇതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു അതൊക്കെ. ദെൻ നമുക്ക് നാടകങ്ങൾ ഉണ്ടാകും. പിന്നെ പ്രാചീൻ കവിതകൾ, ഇപ്പം കബീർ ദാസ്, സൂർദാസ് അവരുടെ കവിതകൾ, പദ്, ദോഹ എന്നൊക്കെ പറയും. പിന്നെ മോഡേൺ കവിതകൾ ലൈക്ക് മോഡേൺ പോയറ്റ്സിൻ്റെയും അങ്ങനെയൊക്കെ. അപ്പം നമ്മളെ സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാകും. ഓരോ കോഴ്സിന് ഓരോ സിലബസ് ഉണ്ടാകും. അങ്ങനെ ഗ്രാമർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതെ, ഗ്രാമറും ഉണ്ട്. വിശാരദനാണ് ഗ്രാമർ അധികം ഉണ്ടാവാറ്. പ്രവീണിലെത്തുമ്പോൾ അത് ഹയറോട്ട് മാറും, ഗ്രാമർ അത്ര വരില്ല. അതുപോലെ ഈ ഹിന്ദി നമ്മൾ പഠിച്ചു വരുമ്പോഴും തുടക്കത്തിൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നൊരു സാധനം ഇതിന്റെ ഗ്രാമറാണ്. ഓരോ വാക്കിനും സ്ത്രീലിംഗം പുല്ലിംഗം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചറിയാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ കാ കീ എവിടെ ഉപയോഗിക്കണം, ഹേ ഹൈ എവിടെ ഉപയോഗിക്കണം, ഇതൊക്കെ എല്ലാവർക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് എളുപ്പത്തിൽ പഠിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? പഠിക്കാൻ മാർഗം എന്ന് വെച്ചാൽ അതിന് ചില റൂൾസ് ഉണ്ട്. നമ്മൾ ആ റൂൾസ് വെച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ സംസാരിക്കുമ്പോൾ നമ്മൾ അത് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭാഷ നല്ലതായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാമറും അതിൽ തന്നെ അക്കമ്പനി ചെയ്ത് വന്നോളും. അങ്ങനെ വായന എത്രത്തോളം സഹായിക്കും? ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു സംസാരിക്കാനാണെങ്കിൽ നമ്മൾ ഷോസ് ഒക്കെ കാണണം. അപ്പം അതിൽ സംസാര ഭാഷയിൽ ഹിന്ദി ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടെ നന്നായി നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഈ നേരത്തെ ഗ്രാമറിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം നമുക്ക് എഴുതാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഹിന്ദി വായന നോട്ട് ജസ്റ്റ് ഫിക്ഷൻ മാത്രമല്ല മറ്റെന്ത് കാര്യങ്ങൾ വായിക്കണം? എനിക്കൊന്നും ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ആവണമെങ്കിൽ വായന മാത്രമല്ല, നമുക്ക് അങ്ങനെ സംസാരിക്കുന്നവരായിട്ട് മിങ്കിളും കൂടി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ ഫിക്ഷൻ മാത്രമല്ലാണ്ട് ഹിന്ദിയിൽ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ വായിച്ചെടുക്കാം. പിന്നെ ഹിന്ദി ന്യൂസ് കാണാം, ഹിന്ദിയിൽ എന്തൊക്കെ നമുക്കിപ്പം ഇതേപോലെ എന്തൊക്കെ റൈറ്റിംഗ് മെറ്റീരിയൽസ് കിട്ടുന്നോ അതൊക്കെ വായിച്ചെടുക്കാം. അതിൽ കോംപ്രഹെൻഷൻ നമുക്ക് നന്നാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് മനസ്സിലാവാത്ത വേർഡ്സ് മനസ്സിലാക്കാം. പിന്നെ ആ വേർഡ്സ് വേണം നമുക്ക് നമ്മളുടെ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്തിട്ട് ഡെലിബറേറ്റ്ലി യൂസ് ചെയ്തിട്ട് നമുക്കത് എന്താണ് അതിൻ്റെ അർത്ഥം അതുപോലെ മനസ്സിലാക്കാം. ഈ ഹിന്ദി പ്രചാര സഭയുടെ ഒരു ഹിസ്റ്ററി ഒന്ന് പറയാമോ? എങ്ങനെയാണ് അവർ ഹിന്ദി പ്രചാരണത്തിന് സഹായിച്ചിട്ടുള്ളതെന്ന്? ഹിന്ദി പ്രചാര സഭ അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഹിന്ദിയുടെ ഒരു ലിറ്ററസി കൊണ്ടുവരാനാണ്. അതൊന്ന് ഇംപ്രൂവ് ചെയ്യാനാണ്. ആക്ച്വലി ഇത് നമ്മളുടെ രാഷ്ട്രപിതാവായ ശ്രീ മഹാത്മാഗാന്ധിയാണ് ഇതിന് തുടക്കമിട്ടത്. നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ സൗത്ത് ഇന്ത്യയിൽ ഹിന്ദിക്ക് വലിയ ഇത് കൊടുക്കുന്നില്ല, പക്ഷേ അവർ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാനും ഒരു കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഹിന്ദിയെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഗാന്ധിജിയുടെ പല ശ്രമങ്ങളെ ഫലമായിട്ട് 1918 ഈ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാര സഭ എസ്റ്റാബ്ലിഷ് ആയത്. ഫസ്റ്റ് മദ്രാസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇപ്പം ചെന്നൈ ടി നഗറിലാണ്. അങ്ങനെ ഇപ്പം സദേൺ സ്റ്റേറ്റിലേക്കൊക്കെ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും വന്നു. ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ പല പ്രചാര കേന്ദ്രങ്ങളും ഉണ്ട് ഇതിന്റെ. കോഴിക്കോട് മീൻചന്ത ഉണ്ട്, പിന്നെ മാവേലിക്കര, പിന്നെ നീലേശ്വരം, രാമപുരം, കൊച്ചി, എറണാകുളം, ഇവിടെയൊക്കെ നമുക്ക് ഇതുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എല്ലാവരുടെ ഇടയിലും ഹിന്ദീന്റെ ഒരു അവയർനെസ് കൊണ്ടുവരിക, അതാണ് മെയിൻ ഉദ്ദേശം ഈ ഒരു സഭയുടെ. ഈ എക്സാമുകളെ കുറിച്ചുകൂടെ കൂടുതലൊന്ന് വിശദീകരിക്കാതോ? കാര്യം ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് തോന്നി ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരെടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് മുൻപ് വേറെ കാര്യം പറയാണ്ട്, ഇത് ശരിക്കും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇമ്പോർട്ടൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രചാര സഭ ആക്ട് ഉണ്ട്, 1964 ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ നാഷണൽ ഇമ്പോർട്ടൻസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഡിക്ലെയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് യൂണിവേഴ്സിറ്റിനെ പോലെ തന്നെ പല കോഴ്സുകളും ചെയ്യാനും ഒക്കെയുള്ള അധികാരം ലഭിച്ചത്. സ്കൂൾ ലെവലിൽ പ്രൈമറി ലെവലിൽ കൊടുക്കുന്നത്
പ്രാഥമിക്, മധ്യമിക്, രാഷ്ട്രഭാഷ പറഞ്ഞ കോഴ്സുകളാണ്. അതിനുശേഷം പ്രവേശിക എന്ന് പറയും. ഇത് വലിയ കോഴ്സിന്റെയും ഇപ്പൊ പ്രൈമറി കോഴ്സിന്റെ ഇടയിൽ വരുന്ന ഒരു കോഴ്സാണ് പ്രവേശിക. പിന്നെ അതിനുശേഷമാണ് വിശാരദും പ്രവീണും പറഞ്ഞ വലിയ വലിയ കോഴ്സുകൾ വരുന്നത്. 8 ലെവലായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇത് പ്രവീണാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള കോഴ്സ്. ഇപ്പം വിശാരദ് കഴിഞ്ഞാൽ നമുക്ക് കോൺവൊക്കേഷൻ ഉണ്ടാകും, പ്രവീൺ കഴിഞ്ഞാലും കോൺവൊക്കേഷൻ ഉണ്ടാകും. ഡിഗ്രി ഇക്വലന്റ് ആയിട്ടൊരു ഇതാണ് ഇവര്. അപ്പോൾ അതായത് ഈ പ്രവീൺ എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ ഇതിൽ? കാര്യം MA കോഴ്സുകളുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അതോ ഇനിയും പിന്നെ ഒരു ഡിഗ്രി നമ്മൾ ചെയ്യേണ്ടി വരുമോ? ഇപ്പം അങ്ങനെ ഒരു ഡിഗ്രിക്ക് ചെയ്യണമെന്നൊരു ചെറിയൊരു ചർച്ചയൊക്കെ വരുന്നുണ്ട്. മുൻപ് നമുക്ക് യൂണിവേഴ്സിറ്റി ഈക്വലന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. ഇപ്പം സബേന്റെ തന്നെ PG ഒക്കെ ചെയ്യാം. ഈ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ആക്ച്വലി ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ നോർമലി എക്സാം എഴുതി പാസ്സാവണം എന്നൊരാഗ്രഹം അങ്ങനെ വിചാരിച്ചു പോയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നോ ഗോൾഡ് മെഡൽ കിട്ടുമെന്നോ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഹിന്ദി അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അതിലൊരു അംഗീകാരം കിട്ടിയിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നി. ചടങ്ങൊക്കെ എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു ചടങ്ങ്? ശരിക്കും കോൺവൊക്കേഷനൊക്കെ നടന്നത് മദ്രാസിലായിരുന്നു. നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്ററായ പോർട്ട് ഷിപ്പിംഗ് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു അവിടെ അവാർഡ് കൊടുക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല, എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കാരണം. അങ്ങനെ എനിക്ക് കോളേജിൽ നിന്നാണ് അവർ ഒരു സ്വീകരണമൊക്കെ തന്ന് മെഡലും സർട്ടിഫിക്കറ്റൊക്കെ തന്നത്. ഹെൽത്ത് കണ്ടീഷൻ കാരണം പോകാൻ പറ്റാത്തത് കാരണം മിസ്സായിപ്പോയി. എഴുതുന്ന ആളാണോ? എഴുതാറൊന്നുമില്ല, അങ്ങനെ ജസ്റ്റ് വായിക്കാനൊക്കെയാണ് ഇഷ്ടമുള്ളൂ. അല്ല, ഈ ഒരു ലെവലൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം സ്വന്തം ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ എന്തായാലും ഈ ഭാഷയിലേക്ക് നടത്താമല്ലോ. അല്ല, അങ്ങനെ ഭാഷ അങ്ങനെ എഴുതാറൊന്നുമില്ല, ജസ്റ്റ് വായിക്കാൻ ഇഷ്ടമാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഹിന്ദി ഇങ്ങനെ ഒരു ഹയർ ലെവൽ പഠിച്ചത് കൊണ്ട് ഇനിയുള്ള ഒരു പ്രൊഫഷണൽ ജേർണിയിൽ ഇത് എത്രത്തോളം സഹായിക്കും? ആക്ച്വലി ഞാൻ ലോ ആണ് എടുത്തത്. ഞാൻ LLB LLM കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പ്രൊഫഷണലി ലോ ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പാഷന്റെ പുറത്ത്, ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തതേ ഉള്ളൂ. ഇതൊരു കരിയർ ആക്കി എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ ഇനി അതാക്കി എടുക്കുമെന്നും പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ ഗ്രാമറിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഗ്രാമർ പഠിക്കണം, അത് കുറച്ചുകൂടെ ഒരു പ്രയാസമുള്ള ഒരു ഏരിയ ആണെന്നുള്ളൊരു തോന്നൽ വരും. അത് ഈസി ആക്കാൻ എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? ഈസി ആക്കാൻ അങ്ങനെ നമുക്ക് തരുന്ന ബുക്ക് തന്നെയാണ്. അതിൽ തന്നിരിക്കുന്ന പോലെ എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതുപോലെ പഠിക്കുന്നതാണ് എനിക്കറിയുന്ന ഒരു മെത്തേഡ്. അങ്ങനെയാണ് ഈ പഠിക്കുക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാമോ? അതൊരു സിനിമയിലും പറയുന്നുണ്ട്, ഹൈ ഹേ, ഇത് എല്ലാം കൂടെ സെന്റൻസിന് അവസാനം മോഹൻലാൽ ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ, അത് അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമുക്കിപ്പം ഹേ ഹി ആണോ ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെന്റൻസിൽ വരുന്ന സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ വരുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഹേ ഹി അല്ലെ അതൊക്കെ ചേർക്കുന്നത്. അപ്പൊ അതിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമ്മൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കാണ്ട് അതെന്താണ്, ഇപ്പൊ ഒരു റൂൾ പഠിച്ചു കഴിഞ്ഞാൽ അത് താഴത്തൊരു എക്സാമ്പിൾ ഉണ്ടാകും. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അങ്ങനെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതെങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് അത് സംസാരിക്കുമ്പോഴും എക്സാമിനാണെങ്കിലും അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലവര് നല്ല ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ കൂടി കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ കേട്ട് നമ്മൾ പറയാൻ ശ്രമിക്കും. ഇപ്പൊ ഷോസ് കണ്ടാലൊക്കെ തന്നെ അപ്പൊ അതില് ഡെലിബറേറ്റ്ലി അവർ ഗ്രാമർ കൊണ്ടുവരുന്നതല്ല, പക്ഷെ അത് ഗ്രാമർ അത് ശരിയായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഗ്രാമർ ആയി വരണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു നമുക്ക് തന്ന ഗ്രാമറിന് റൂൾസ് ഉണ്ടാവും, ആ റൂൾസ് വെച്ച് പഠിക്കുക, അതിന് എക്സാമ്പിൾ നോക്കുക. അപ്പം ഇതുപോലെ അത് നമ്മളുടെ ആ ഒരു സംസാരിക്കുമ്പം ഡെലിബറേറ്റ്ലി അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഇതാകാൻ പറ്റും. ഹിന്ദി ഭാഷയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആരാണ്? അവരുടെ ഒരു കൃതിയെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ മുൻഷി പ്രേംചന്ദ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഉപന്യാസക സാമ്രാട്ട് എന്നാണ് വിളിക്കാറ്, നോവലിന്റെ സാമ്രാട്ട് എന്ന് വിളിക്കാറ്. പിന്നെ മിട്ടി കെ കലാകാർ എന്നും പറയും. കാരണം അത്രയും നമ്മളുടെ പണ്ട് കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോസിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെയായിരുന്നു അധികവും കഥകളൊക്കെ ഉണ്ടായി വരാറ്. പക്ഷെ പ്രേംചന്ദ് ആണ് സാധാരണ ജനങ്ങളെ പറ്റിയിട്ട്, അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അവർ ഫേസ് ചെയ്യുന്ന പല സാമൂഹിക കാര്യങ്ങളെ പറ്റി ഒക്കെ നോവലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ പല നോവൽസും ഉണ്ട്. നിർമ്മല, ഗോദാൻ, ഗബൻ, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. അപ്പം അതില് നിർമ്മലനെ പറ്റി പറയാം. നിർമ്മല എന്ന് വെച്ചാൽ അൺമേൽ വിവാഹിനെ പറ്റിയിട്ടാണ് പറയുന്നത്, മീൻസ് മിസ്മാച്ച്ഡ് മാരേജ്. ഇതില് നിർമ്മല മെയിൻ ക്യാരക്ടറാണ്. അവര് ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അന്നൊക്കെ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചു വിടും. അപ്പം അന്നൊക്കെ കോമൺ ആയിരുന്നു തന്നെക്കാളും ഇരട്ടി പ്രായമുള്ള ആളെ കൂടെ കല്യാണം കഴിച്ചു വിടുന്നത്. അപ്പം ഈ ഒരു നോവലിന്റെ ഉപന്യാസത്തില് അങ്ങനത്തെ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഫ്രസ്ട്രേഷൻസ്,
അവരുടെ ആ ഒരു മെന്റൽ കണ്ടീഷൻ, പിന്നെ സ്ത്രീധനത്തെ പറ്റിയൊക്കെ, ദഹേജിനെ പറ്റിയൊക്കെ. ഈ കുട്ടി 15 വയസ്സായിരുന്നെങ്കിലും ഈ കുട്ടിയെ സാധാരണ ഒരാളെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വിചാരിച്ചു. പക്ഷേ സ്ത്രീധനം പോരാന്ന് കാരണം കൊണ്ട് വിവാഹം മുടങ്ങി. പിന്നെ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയുടെ ചുമതല എല്ലാ കാര്യവും. അങ്ങനെ ഈ കുട്ടിയെ ഒരു 45 വയസ്സുള്ള ഒരു വക്കീലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ്. സോ അവിടെ അവരുടെ ആ ഒരു മാനസിക സംഘർഷങ്ങൾ തുടങ്ങുകയാണ്. കാരണം വേണ്ടാന്നും പറയാൻ പറ്റില്ല. അപ്പം അതൊക്കെ ആ സൊസൈറ്റിയിൽ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു അതൊക്കെയാണ് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന ഈ കഥയില്. എന്നിട്ട് ഈ കുട്ടി നിർമ്മല കല്യാണം കഴിക്കുന്ന ആളുടെ മകൻ, മൂത്ത മകൻ നിർമ്മലയുടെ സെയിം ഏജ് ആണ്. അപ്പൊ നിർമ്മല വീട്ടിലോട്ട് വരുമ്പം ഭർത്താവിന് മകനും ഭാര്യയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ സംശയത്തോടെ നോക്കുക, അങ്ങനെയൊക്കെ. പക്ഷെ അവര് എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും അവര് ഹോണസ്റ്റ് ആയിരുന്നു തന്റെ ഭർത്താവിന്റെ കാര്യത്തില്. അപ്പം അതൊക്കെയാണ്. അപ്പൊ ആ ഒരു മാനസിക സംഘർഷങ്ങളും അതൊക്കെ അന്നേ കാലത്തെ കുറച്ചും കൂടി മുൻകൂട്ടി കണ്ട് തന്നെ പ്രേംചന്ദ് കഥകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കവിനെ പറ്റി പറയുകയാണെങ്കിൽ അയോധ്യ സിംഗ് ഉപാധ്യായ ഇഷ്ടമാണ്. സുമിത്രാനന്ദൻ പന്ത് ഇഷ്ടമാണ്. സുമിത്രാനന്ദൻ പന്ത് എന്ന് വെച്ചാൽ പ്രകൃതിയിൽ മാനവീയ രൂപം കൊണ്ടുവരുന്ന ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ നൗകാ വിഹാർ പറഞ്ഞൊരു കവിതയുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഗംഗാനദിയില്, നിലാവുള്ള രാത്രിയിൽ ഗംഗാനദിയിൽ തോണിയിൽ പോകുന്നൊരു കഥാണ്. അപ്പൊ അതില് ഗംഗാനദിയെ ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പം നിലാവുള്ള രാത്രിയിൽ നിലാവിന്റെ വെളിച്ചം അടിക്കുമ്പം വെള്ള കളർ പോലെ ഗംഗയിലോട്ട് കാണുമ്പം സാരി ഉടുത്ത ഗംഗ സ്ത്രീ എന്ന രീതിയിൽ, പിന്നെ കാറ്റടിക്കുമ്പം ചെറിയ തിരകളൊക്കെ വരുമ്പം സാരിയിലെ ചുളിവുകള്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു ഗംഗയെ നമ്മൾ ഒരു പെൺകുട്ടിയായി കാണുന്നു. ഇപ്പൊ നമ്മളുടെ ഇമാജിനേഷനൊക്കെ അനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കവിയാണ് സുമിത്രാനന്ദൻ പന്ത്. അയോധ്യ സിംഗ് ഉപാധ്യായ്, അദ്ദേഹത്തിന്റെ പ്രിയപ്രവാസമൊക്കെ അദ്ദേഹം എഴുതിയതാണ്. ഫേമസ് ആയിട്ടൊരു വിരഹ കാവ്യാണത്. പിന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചില പോയംസ്. അതിൽ ഏക് തിൻക എന്ന് പേരുള്ള ഒരു പോയം ഉണ്ട്. ആ പോയമില് മനുഷ്യന്റെ അഹങ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. ആ മനുഷ്യന് അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ സക്സസ്ഫുൾ ആയി വരാൻ കഴിയില്ലെന്നാണ് അത് പറയുന്നത്. തിൻക മീൻസ് ഡസ്റ്റ് അല്ലെങ്കിൽ ചെറിയ പൊടി, ആ അർത്ഥത്തിലാണ്. നമ്മളെ കണ്ണിൽ തിൻക പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് അത് എടുക്കാൻ പറ്റില്ല. അതിന് നമുക്ക് പലരെ സഹായം വേണ്ടി വരും. അപ്പം അഹങ്കാരം പിടിച്ചിരുന്നാൽ നമുക്ക് ഹെൽപ്പ് കിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല ശാശ്വതമായിട്ട് എന്നാണ് കവി പറയുന്നത്. ഇവിടെ വന്നതിനും യുവവാണിയുടെ ശ്രോതാക്കളോട് സംസാരിച്ചതിനും നന്ദി. താങ്ക് യു. യുവവാണിയിൽ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ 2024 ഫെബ്രുവരിയിൽ നടത്തിയ രാഷ്ട്രഭാഷാ പ്രവീൺ ബിരുദ പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം റാങ്കും സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിയ ആർ രംഗിയുമായി തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ്. അടുത്തതായി യുവവാണിയിൽ ഒരു ഗസൽ ആസ്വദിക്കാം. अगर मुझसे मोहब्बत है, मुझे सब अपनी गम दे दो. अगर मुझसे मोहब्बत है, मुझे सब अपनी गम दे दो. अगर मुझसे मोहब्बत है, मुझे सब अपनी गम दे दो. इन आँखों का हर एक आंसू मुझे मेरी सनम दे दो. अगर मुझसे मोहब्बत है. तुम्हारे गम को अपना गम बना लूं तो करार आए. तुम्हारे गम को अपना गम बना लूं तो करार आए. तुम्हारा दर्द सीने में छुपा लूं तो करार आए. वो हर शे जो
तुम्हें दुख दे मुझे मेरी सनम दे दो, अगर मुझसे मोहब्बत है। शरीके जिंदगी को क्यों शरीके गम नहीं करते, शरीके जिंदगी को क्यों शरीके गम नहीं करते, दुखों को नहीं करते, तड़प इस दिल की थोड़ी सी मुझे मेरी सनम दे दो, अगर मुझसे मोहब्बत है। मुझे सब अपने गम दे दो, इन आँखों का हर एक आंसू मुझे मेरी कसम दे दो, अगर मुझसे मोहब्बत है। मुझे सब अपने गम दे दो, इन आँखों का हर एक आंसू मुझे मेरी कसम दे दो, अगर मुझसे मोहब्बत है। യുവവാണി സമാപിക്കുന്നു.